എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇന്ന് നമുക്കൊരു ദബ സ്റ്റൈൽ പൊട്ടറ്റോ കറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 പൊട്ടറ്റോ, 3 തക്കാളി, ഒരു 6 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നമുക്കൊരു കുക്കറിൽ വേകാൻ വയ്ക്കണം. അതുപോലെ ഈ തക്കാളിയൊക്കെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി നമുക്കിനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട് അരിഞ്ഞ്. അതുപോലെ വറ്റൽമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പച്ചമല്ലി ചതച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേഗം വെച്ച ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം. കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കി ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വയ്ക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കണേ. തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ പുറത്തെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മൾ പൊട്ടറ്റോ കറിക്കൊക്കെ അരിയത്തില്ലേ, അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിനി ഒരു ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകട്ടെ, ചൂടായി വരട്ടെ. ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. ഇനി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉലുവ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഇട്ടതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ആ വേവിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ അങ്ങ് ഉടച്ചെടുത്താൽ മതി. നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കണം. ചട്ടിയൊന്നും പൊട്ടിച്ച് കളയരുത്. ആരും ഉടച്ച് പതുക്കെ ഉടയ്ക്കാവുള്ളൂ കേട്ടോ. ഒരുപാടങ്ങ് ബലം കൊടുത്തു കഴിഞ്ഞാൽ ചട്ടിയാണെങ്കിൽ പൊട്ടിപ്പോവും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒന്നും ആണെങ്കിൽ കുഴപ്പമില്ല. ഇൻഡാലിയത്തിൻ്റെയോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകില്ലേ, അതും കൂടി ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർക്കുക. കൂടിപ്പോയാൽ കുറയ്ക്കാൻ പാടാണ്. അതുകൊണ്ട് കുറച്ച് ചേർക്കുക. പിന്നീട് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഞാനൊരു 2 തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കി ഒന്ന് കളറൊക്കെ മാറി വരുമ്പം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ആ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളിയില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്ത് ഇതിപ്പോൾ ഒന്ന് കുറുകി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് ചതച്ചത്, 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി ചതച്ചത്, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈരില്ലേ, അതും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. തൈര് പിരിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കുക. ഇനി നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയില്ലേ, അതും കൂടെ ചേർത്തൊന്ന് ഇളക്കുക. കുറച്ച് ചേർത്തിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കുക. എന്നിട്ട് ഓഫാക്കിയതിന് ശേഷം ഞാനൊരു ബൗളിലെടുത്ത് വെച്ച് മല്ലിയിലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.